നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒത്തിരി ദിവസം കൂടിയിട്ട് ബ്ലൗസ് കാണിക്കാൻ പോവുക. റെഡിമെയ്ഡ് ബ്ലൗസാണ്, പിന്നെ സ്ട്രെച്ചബിളാണ്. ഇത് അപ് ടു XXL സൈസ് വരെയുള്ളവർക്ക് ഉപയോഗിക്കാം. അതായത് മീഡിയംകാർക്കോ ലാർജുകാർക്കോ എക്സലുകാർക്കോ XXLകാർക്കോ ഉപയോഗിക്കാം. XXLന് മേളിലോട്ടുള്ളവർ ഭയങ്കര വണ്ണമൊക്കെ കൂടുതലുണ്ടെങ്കിൽ എടുക്കാതിരിക്കുക. XXL വരെ എന്നാണ് ഇത് അടിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ മീഡിയം സൈസ് ഉള്ള ഒരാളാണ് ഈ ബ്ലൗസ് എടുക്കുന്നത്. ഇതിന് ഓരോ സൈസിനും ഓരോ ബ്ലൗസ് അല്ല, ഇതൊറ്റ ഫ്രീ സൈസാണ്. അപ്പോൾ മീഡിയം സൈസുള്ള ഒരാളാണ് എടുക്കുന്നതെങ്കിൽ കൈക്കൊക്കെ ഒത്തിരി വണ്ണം കുറവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്യുക കേട്ടോ. ഇത് കലങ്കാരി പ്രിന്റ് വരുന്ന, നമ്മൾ എപ്പോഴും കണ്ടിട്ടില്ലാത്ത ഒരു കളേഴ്സാണ് ഇപ്രാവശ്യം ചാർട്ട് വന്നിരിക്കുന്നത്. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്, ഒത്തിരി സാരികൾക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള ബ്ലൗസാണ്. കലങ്കാരി പ്രിൻ്റാണ്. ഒരു ചെറിയൊരു കുഞ്ഞിക്ക ഒരു ഗ്ലോ പോലെ ഉണ്ട് ഇത്തേല്. നല്ല രസമാണ്. കൈയൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും. എത്ര പെർഫെക്റ്റ് ആയിട്ടിരിക്കുമെന്ന്. ഈ റെഡിമെയ്ഡ് ബ്ലൗസ് സ്ട്രെച്ചബിൾ ബ്ലൗസിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. നല്ല ഭംഗിയുള്ള പിസ്ത ഗ്രീന് വിത്ത് മെറൂണ്, ഫുള്ള് കലങ്കാരി പ്രിന്റ്. പിന്നെ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ഒരു ബിസ്ക്കറ്റ് കളറില്ലേ, ഇതൊക്കെ നമുക്ക് നല്ല കളർ ഫീൽ ചെയ്യിക്കുന്ന കളറുകളാണ്. നിങ്ങൾക്ക് ഒത്തിരി ബ്ലൗസുകൾക്ക് ഇത് പെയറാക്കി ഇടാം. മെറൂണിനിടാം, നേവി ബ്ലൂവിനിടാം, പിന്നെ ഈ ബിസ്ക്കറ്റ് കളറിനിടാം, അങ്ങനെ പലതിനിടാം. പിന്നെ എല്ലാത്തിനും ഉപരി സെറ്റ് സാരിക്ക് അടിപൊളിയായിരിക്കും. കേരള സാരിക്കൊക്കെ ഇപ്പം ഇതിനകത്തെ മിക്കതിനും ഒരു പേസ്റ്റൽ കളറുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഈ പിസ്ത ഗ്രീൻ കാണിച്ചതാണേലും ഈ ഒരു ബിസ്ക്കറ്റ് കളറൊക്കെ ആണെങ്കിലും പേസ്റ്റൽ കളറുകളിൽ പെട്ടിട്ട് ആ കളറുള്ള ഡിസൈനുള്ള ബ്ലൗസും സാരിയും കൂടെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു വെറൈറ്റി ഫീലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആഷ് കളറ് നല്ല രസമാണ്. എല്ലാം നല്ല രസമാണ്. നല്ല പെർഫെക്റ്റ് ഫിറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും സ്ട്രെച്ച് ആവും. എൻ്റെ സൈസ് എന്ന് പറയുന്നത് ലാർജാണ്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന XXL വരെ പറ്റുന്ന ബ്ലൗസാണ്. പക്ഷേ ഇത് കണ്ടോ, ലൂസായിട്ട് വല്ലതും കിടക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഇവിടം വരെ ചുരിദാർ കയറിയിരിക്കുകയാണ്. ഇതാണ് ബ്ലൗസ്. കണ്ടോ, കറക്റ്റ് അല്ലേ? ഇനി ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു മാത്രം. ഷേപ്പ് ചെയ്യല്ല, അടിച്ചു കൊടുത്താൽ മതി, ഷേപ്പ് ചെയ്യണ്ട. ഇത് അടുത്ത കളർ എടുത്തറിയാനാണ് ഞാൻ ഇങ്ങനെ കയ്യെ കയറ്റി കാണിക്കുന്നത് കേട്ടോ. ഒരു പൗഡർ ബ്ലൂവിൻ്റെ ഷെയ്ഡ്, നല്ല രസമാണ്. എല്ലാം നല്ല കളറുകളാണ്. നിങ്ങൾ ഇത് വെച്ചിട്ട് ഒരു കേരള സാരി ആയിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കി, അല്ലെങ്കിൽ പ്ലെയിൻ സാരിയോ ഡിസൈൻഡ് സാരിയോ, ഇനി ബനാറസി സാരികൾക്ക് പോലും പെയർ ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ചെറിയൊരു കുഞ്ഞി ഗ്ലോ ഉണ്ട് ഇതിന്. നല്ല രസം, കറക്റ്റ് ഫിറ്റാണ്. എനിക്കതാണ് ചില പ്രാവശ്യം വരുന്ന ബ്ലൗസിൻ്റെ ഫിറ്റിങ്ങുകൾ ചിലതിന് നമുക്കൊരു ഇച്ചിരി എന്താ പറയുക, ഒരു ലൂസ് ഫീല് തോന്നും. അത് ബനിയനാണോ എന്നുള്ളൊരു തോന്നിക്കുമെന്ന് തോന്നും. പക്ഷെ ഇതിനതില്ല. ഇത് വന്നിട്ട് ഒനിയൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്. നല്ല രസം. എല്ലാത്തിലും കലങ്കാരി പ്രിന്റ്. അതായത് കലങ്കാരി പ്രിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഒരിക്കലും ഡിമാൻഡ് പോകത്തില്ലാത്ത ഒരു പ്രിന്റ്. വാടാമുല്ല കളറിന്റെ ലൈറ്റ് ഉണ്ടോ, നല്ല രസമാണ്. റോസ് കളറ്, റോസ് അല്ലേ ഇത്? ഒരു റോസ് കളർ കേട്ടോ. പിങ്കേല് ശരിക്കും ആ ബോഡിയിലത്തെ ആ ഏറ്റവും ബേസ് കളറാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ കൂടെ ഡിസൈൻ പോയേക്കുന്ന നേവി ബ്ലൂ ഉണ്ട്, മെറൂൺ ഉണ്ട്, അങ്ങനെ പല കളർ പോയിട്ടുണ്ട്. ടീൽ ബ്ലൂ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതിപ്പം ഒരു ബ്ലൗസ് എടുക്കുകയാണെങ്കിൽ 50 രൂപ ഷിപ്പിങ്, 4 ബ്ലൗസ് വരെ 60 രൂപ ഷിപ്പിങ്. അങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ 3-4 ബ്ലൗസൊക്കെ ഒന്നിച്ചെടുക്കാൻ പറ്റുന്നവരെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും ബെറ്റർ. എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല. നമുക്കും സ്റ്റോക്കിന് കുറച്ച് സ്റ്റോക്കുണ്ട്, തീരെ കുറവല്ല, എന്നാലും സ്റ്റോക്കുണ്ട്. പിന്നെ ഇതിന് റിട്ടേൺ, എക്സ്ചേഞ്ച്, റീഫണ്ട് കാര്യങ്ങളൊന്നുമില്ല. ബ്ലൗസ് എടുക്കുന്നവർ ദയവായി സ്കിപ്പാക്കാതെ വീഡിയോ കാണണം കേട്ടോ. കാരണം ആ ഫസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും കേട്ടിട്ട് എടുക്കാവുള്ളൂ. ഇതിൻ്റെ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 ദിവസം കഴിഞ്ഞിട്ടാണ്. നിങ്ങൾ എന്നാണോ വീഡിയോ ബുക്ക് ചെയ്യുന്നത്, ആ ബുക്ക് ചെയ്തിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടേ നിങ്ങളുടെ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. നിങ്ങളിപ്പം ബുക്ക് ചെയ്യുന്നത് ഒരു ബുധനാഴ്ചയാണെങ്കിൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച നിങ്ങളുടെ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. വീഡിയോ കാണിക്കുന്ന ദിവസത്തിൻ്റെ 4 ദിവസമല്ല, നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് 4 ദിവസത്തിന് ശേഷം ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.